എടവണ്ണ ജമാലങ്ങാടിയിൽ കോഴിമാലിന്യങ്ങൾ തള്ളാൻ വന്ന വാഹനങ്ങൾ നാട്ടുകാർ തടഞ്ഞു. നീരൊഴുക്കുള്ള ചാലിയാർപ്പുഴ അടക്കമുള്ള പ്രദേശത്ത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ മാലിന്യവാഹനങ്ങൾ തടഞ്ഞത്. പോലീസുകാർക്കും ആരോഗ്യ പ്രവർത്തകർക്കുമെതിരെ തിരിഞ്ഞ നാട്ടുകാർ വലിച്ചോണ്ടാൻ പറ്റില്ല. നോക്ക് എന്റെ ടയർ പോയി നോക്ക്. റോഡ് പോയി നന്നാക്കി കഴിഞ്ഞു. ഇന്നലെയാണ് റോഡ് പോയി അല്ല ഞങ്ങൾക്ക് ഇത് ആളില്ല പ്രശ്നമല്ല. പരാതി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡംപർ ഒപ്പം കൊണ്ടേക്കോട്ടെ സാർമാർക്ക് ഇടപെട്ടുകൊണ്ട് ഈ ആരോഗ്യ പ്രശ്നം എടവണ്ണ പഞ്ചായത്തിലെ ജനവാസ കേന്ദ്രമായ തുവക്കാട് മൊട്ടക്കുന്നിൽ മാലിന്യം നിക്ഷേപിക്കാനായിട്ടാണ് ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമായി വാഹനങ്ങൾ എത്തിയത്. പ്രദേശത്തെ വിവിധ കോഴിക്കടകളിൽ നിന്നുള്ള മാലിന്യമാണിത്. സാധാരണഗതിയിൽ ചാലിയാറിൽ പതിക്കുന്ന വലിയ തോടിന് സമീപം അറവ് മാലിന്യങ്ങൾ തള്ളുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു. ആണോ 4 ദിവസമായിട്ട് 4-5 ദിവസമായി ഞങ്ങൾ സഹിച്ച് കുത്തിരിക്കണേ. ഈ ചമ്മാലങ്ങാടിയില്ല ആൺകുട്ടിയൊക്കെ ഉസുറല്ലായിട്ടാണ് കിട്ടുകാണ്ട് ഓണം സഹിക്കട്ടെ തന്നെ. ഞങ്ങളടുത്ത് ഒഴിഞ്ഞ മുക്കാലില്ല ചികിത്സക്കെ. അല്ല നിങ്ങളെ കണ്ടേരി തേരി ഉറപ്പ് തേരി ഞങ്ങൾക്ക് തീരെ ഞങ്ങൾ ചികിത്സിച്ചും ഗവൺമെന്റ് എന്നല്ലേ. ഇത് വീണ്ടും ഇനി ആവർത്തിച്ച ഇനിയും വീണ്ടും വരൂല എന്ന് ഉറപ്പ് തരാൻ പറ്റുമോ? ഒരു തവണ 2 കൊല്ലത്ത് ഒരു കഴിഞ്ഞ കൊല്ലം ഇത് തട്ടിയതാ. ഇക്കൊല്ലം ഇവിടെ തട്ടാൻ വന്നതാ. പിന്നെ ഇത് തട്ടാ. ഇത് ഇനി ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറഞ്ഞ പിന്നെ ഓർക്ക് സുഖമല്ലേ സാറേ. വീണ്ടും ഇതേമാതിരി കൊടുത്ത വണ്ടി കയറി ഇത് മണക്കുന്നത് 4 ദിവസമായിട്ട് ഞങ്ങളാ. പെരുന്നാളിന്റെ 3 ദിവസം മുമ്പ് ഞങ്ങൾ ഇതിങ്ങനെ നടക്കുക, തപ്പി നടക്കുക. അതിലാണ് ഈ വണ്ടി കുടുങ്ങിയത്. ഈ മഞ്ഞ വണ്ടി കുടുങ്ങിയത്. ഇതിപ്പോ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നാളെ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യില്ല. എന്താ അത്ര ഉറപ്പ്? വേറെ കാര്യം കൂടെ ഉണ്ട്. ഈ വേസ്റ്റ് തട്ടൽ ഈ ഒരു ഏരിയയിൽ പതിവാണ്. 4 പ്രാവശ്യം ഞങ്ങൾ കക്കൂസ് മാലിന്യം കൊടുന്ന് തട്ടുന്നത് ഡയറക്റ്റ് പിടിച്ചിക്കണ്. വന്നിട്ട് പോലീസുകാരെന്താ ചെയ്യുക? ഫയർഫോഴ്സിനെ വിളിക്കും, വെള്ളടിക്കും. വേറെ ഒരു നടപടി പോലെ ആവുന്നില്ല. അത് മാത്രമല്ല നമ്മളെ ചാലിയാർക്കാണ് ആ തോട്ടത്തെ വെള്ളം പോണത്. ചാലിയാർ കോളിഫ്രം ബാക്ടീരിയന്റെ അളവ് കൂടുതലാണ് പത്രവാർത്ത വേറെയുണ്ട്. ജനങ്ങളാണ് ഇത് ബാധിക്കുന്നത്. എല്ലാവരും നോക്കി കുത്തി. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് നോക്കി കുത്തി. പിന്നെ പോലീസുകാർ നോക്കി കുത്തി. എല്ലാവരും നോക്കി കുത്തിയാണ് എപ്പോഴും പ്രശ്നത്തിൽ തന്നെയാണ്. മാലിന്യങ്ങൾ അടങ്ങിയ വാഹനം കൊണ്ടുപോവാതെ ഡ്രൈവർ മുങ്ങി. 3 വാഹനങ്ങളുടെ ഡ്രൈവർമാർക്കെതിരെയും ഉടമകൾക്കെതിരെയും എടവണ്ണ പോലീസ് കേസെടുത്തു. എന്നാൽ മാലിന്യങ്ങളുമായി നിർത്തിയിട്ട വാഹനങ്ങളിൽ നിന്നും ദുർഗന്ധം മൂലം സഹികെട്ട നാട്ടുകാർ ചൊവ്വാഴ്ച ഉച്ചയോടെ സംഘം ചേർന്ന് പ്രതിഷേധവുമായെത്തി. നിർത്തിയിട്ട വാഹനങ്ങൾക്ക് നേരെ നാട്ടുകാർ തിരിഞ്ഞതോടെ സ്ഥലത്തുണ്ടായിരുന്ന എടവണ്ണ പോലീസ് തടഞ്ഞു. നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടെ എടവണ്ണ പോലീസിന് പുറമെ വണ്ടൂർ കാളികാവ് സ്റ്റേഷനുകളിൽ നിന്നും പോലീസ് എത്തി. ആരോഗ്യവകുപ്പും പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാത്ത രീതിയിൽ മാലിന്യം ഇവിടെ തന്നെ സംസ്കരിക്കണമെന്നുള്ള അധികൃതരുടെ വാദം നാട്ടുകാർ എതിർത്തു. ഇതോടെ മാലിന്യം മറ്റൊരു വാഹനത്തിലേക്ക് രാത്രിയോടെ മാറ്റിക്കയറ്റി പടിഞ്ഞാറെ ചാത്തല്ലൂരിലെ വെറ്റിലപ്പാറ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നത് നാട്ടുകാർ കണ്ടതോടെ ചാത്തല്ലൂരിൽ നാട്ടുകാർ തടഞ്ഞു. പോലീസുമായി തർക്കവുമുണ്ടായി. പ്രദേശത്തേക്ക് ഒരു കാരണവശാലും മാലിന്യം നിറച്ച വാഹനം കടത്തിവിടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. അരമണിക്കൂർ നീണ്ട തർക്കത്തിനൊടുവിൽ പോലീസ് മടങ്ങി. ഈസ്റ്റ് ലൈവ്, എടവണ്ണ.